ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വബഅദ്. നമ്മളുടെ അധ്യായം ഏതാ? ബാബു അൽ ഖുശൂ അൽ ഹസ്സു അൽ ഖുശൂഇ ഫി സ്വലാ. നമസ്കാരത്തിൽ ഖുശൂ, ഭക്തി, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന അധ്യായം. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുന്ന, ഖുശൂവിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ. അതിൽ കുറേ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയി, കുറേ ഹദീസുകൾ കഴിഞ്ഞു. ഇനി ആ അധ്യായത്തിൽ ശേഷിക്കുന്ന ഹദീസുകളാണ് ഇന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ഹദീസ് അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയാണ്, അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അഹദുകും ഫി സ്വലാഹ് ഫഇന്നഹു യുനാജി റബ്ബഹു ഫലാ യബ്സുഖന്ന ബൈന യദൈഹി വലാ അൻ യമീനിഹി വലാകിൻ അൻ ശിമാലിഹി തഹ്ത ഖദമിഹി മുത്തഫഖുൻ അലൈഹി വഫി റിവായത്തിൻ ഔ തഹ്ത ഖദമിഹി. അതാണ് ഒന്നാമത്തെ ഹദീസ്. അൻ അനസിൻ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന അഹദുകും ഫി സ്വലാഹ്, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിലായാൽ, ഫഇന്നഹു യുനാജി റബ്ബഹു, അവൻ തൻ്റെ റബ്ബിനോട് മുനാജാത്ത് നടത്താണ്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംഭാഷണം നടത്താണ്. ഫഇന്നഹു, അവൻ യുനാജി, സംഭാഷണം നടത്തുന്നു, യുഖാത്തിബു റബ്ബഹു, തൻ്റെ റബ്ബിനോട്. ഫലാ യബ്സുഖൻ, അതിനാൽ അവൻ, ബസഖ എന്ന് പറഞ്ഞാൽ തുപ്പി, ഫലാ യബ്സുഖൻ, അവൻ തുപ്പരുത് ഒരിക്കലും. യബ്സുഖന്ന എന്ന് പറഞ്ഞാൽ നൂന് തൗക്കീദിൻ്റെ നൂനാണ്. തുപ്പുക തന്നെ ചെയ്യരുത് എന്നാൽ തുപ്പരുത്. ബൈന യദൈഹി, തൻ്റെ മുമ്പിലേക്ക്, ബൈന യദൈഹി, തൻ്റെ മുമ്പിലേക്ക്, നമസ്കരിക്കുമ്പോൾ തൻ്റെ മുമ്പിലേക്ക് തുപ്പരുത്. വല അൻ യമീനിഹി, തൻ്റെ വലത് ഭാഗത്തേക്കും, വല അൻ യമീനിഹി, തൻ്റെ വലത് ഭാഗത്തേക്കും. വലാകിൻ, എന്നാൽ, അൻ ഷിമാലിഹി തഹ്ത ഖദമിഹി, അൻ ഷിമാലിഹി, തൻ്റെ ഇടത് ഭാഗത്തേക്ക്, തഹ്ത ഖദമിഹി, തൻ്റെ കാൽ പാദത്തിന് താഴെ തുപ്പാം. അതാണ് വലാകിൻ അൻ ഷിമാലിഹി, തൻ്റെ ഇടത് ഭാഗത്തേക്ക്, തഹ്ത ഖദമിഹി, തൻ്റെ കാൽ ചുവട്ടിലേക്ക് തുപ്പാം. അതാണ്. മുത്തഫഖുൻ അലൈഹി, അനസിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേ പദപ്രയോഗത്തിൽ. വഫി റിവായത്തിൻ, ഹദീസിൻ്റെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഔ തഹ്ത ഖദമിഹി എന്നാണ്. അൻ ഷിമാലിഹി തഹ്ത ഖദമിഹി എന്നുള്ളതിന് പകരം ഔ തഹ്ത ഖദമിഹി, തൻ്റെ ഖദമിന് താഴേക്ക്, അല്ലെങ്കിൽ തൻ്റെ ഖദം, പാദത്തിന് താഴേക്ക് എന്നാണുള്ളത്. അപ്പോൾ ഈ ഹദീസ് എന്താണ് പഠിപ്പിക്കണേ? ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹിനോടുള്ള മുനാജാത്തിലാണ്, സംസാരത്തിലാണ്, അല്ലേ? നമ്മൾ നമസ്കാരത്തിൽ അള്ളാഹിനോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുമ്പിലേക്ക് തുപ്പാൻ പാടുള്ളതല്ല. എല്ലാവരും അതിൻ്റെ അർത്ഥം നമസ്കാരത്തിൽ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കണമെന്നാ? അല്ല, നമസ്കാരത്തിൽ തുപ്പേണ്ട ഒരു അനിവാര്യത വന്ന് നമസ്കാരം പിന്നെ തുപ്പലോ അതേപോലെ തന്നെ കോട്ടുവായ ഇതൊന്നുമല്ല. നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോടുള്ളതായ മുനാജാത്താണ്. പക്ഷെ ഒരാൾക്ക് തുപ്പേണ്ടി വന്നു. അങ്ങനെയാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പിന്നെ തുപ്പേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം അതിൽ തുപ്പലെടുക്കുക ചെയ്ത്. പള്ളിയാണ്, പള്ളി തുപ്പാനുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് തുപ്പലെടുത്ത് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കളയണ്ടായി.
പക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും തുപ്പേണ്ടി വന്ന് അയാളടുത്ത് ഇത് പിന്നെ ഒഴിവാക്കാൻ ഇപ്പം മിന്തിയിലില്ല, ടിഷ്യൂ ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. പള്ളിയിൽ തുപ്പാൻ പാടുള്ളതല്ല, മനസ്സിലല്ലേ? ഒരു വ്യക്തി പിന്നെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കെ തുപ്പി, തൻ്റെ മുൻഭാഗത്തേക്കാണ് തുപ്പിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ ഇമാമത്ത് സ്ഥാനത്ത് നിന്ന് നീക്കാൻ പറഞ്ഞു. അയാൾ തുപ്പിയത് റസൂലുള്ളാഹി ഒരു കല്ലെടുത്തിട്ട് പള്ളിയുടെ അവിടുന്ന് ചുരണ്ടിക്കളഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ചുരണ്ടിക്കളഞ്ഞു എന്നാണ്. കാരണം പള്ളീൻ്റെ പവിത്രത തന്നെ, പള്ളി വൃത്തിയാക്കുന്നതിൻ്റെ ആ മഹത്വം റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഒരാളെ ഏൽപ്പിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ചുരണ്ടിയതാണ്. അപ്പോൾ പിന്നെ പള്ളി തുപ്പാനുള്ള സ്ഥലമല്ല. പക്ഷെ നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് എന്ത് വേണ്ടി വന്നു, അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ, ഒരനിവാര്യത വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഇദാകാന അഹദുക്കും ഫിസ്സല ഫഇന്നഹു യുനാജി റബ്ബഹു, റബ്ബിനോടുള്ള സംസാരത്തിലാണ്, സംഭാഷണത്തിലാണ്. ഫലാ യബ്സുഖൻ, അതുകൊണ്ട് അയാൾ തുപ്പരുത് ബൈന യദൈഹി, തൻ്റെ മുമ്പിലേക്ക് തുപ്പരുത്. വല അൻ യമീനിഹി, തൻ്റെ വലത് ഭാഗത്തേക്കും തുപ്പരുത്. എന്തുകൊണ്ട് വലത് ഭാഗത്തേക്ക് തുപ്പരുത് എന്ന് പറഞ്ഞത്? ചില റിവായത്തുകളിലുണ്ട് വലത് ഭാഗത്തേക്ക് തുപ്പരുത്, കാരണം വലത് ഭാഗത്താണ് കാത്തിബുൽ ഹസനാത്ത്, മനുഷ്യൻ്റെ നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുള്ളത്. വലത് ഭാഗത്തേക്ക് തുപ്പാൻ പാടുള്ളതല്ല. ഇത് പള്ളിയിലുള്ള വിഷയം മാത്രമല്ല, ഇനി പള്ളിയല്ലാത്ത സ്ഥലങ്ങളിൽ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പള്ളിയല്ലാത്ത സ്ഥലത്താണ് നിസ്കരിക്കുന്നത്, ഇപ്പോൾ മരുഭൂമിയിലാണ് അല്ലെങ്കിൽ മണ്ണിലൊക്കെ ആണെങ്കിൽ തുപ്പാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എങ്കിലും മുന്നിലേക്ക് തുപ്പരുത്, വലത് ഭാഗത്തേക്കും തുപ്പരുത്. അതാണ് പറയുന്നത്. വല അൻ യമീനിഹി വലാകിൻ അൻ ഷിമാലിഹി, പക്ഷേ തൻ്റെ ഇടത് ഭാഗത്തേക്ക് തുപ്പാം. തഹ്ത ഖദമിഹി, കാൽ ചുവട്ടിലേക്ക്, കാൽപാദത്തിൻ്റെ ചുവട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു ഇഷ്കാൽ, വലത് ഭാഗത്തേക്ക് തുപ്പരുത്, കാരണം അവിടെ നന്മകൾ രേഖപ്പെടുന്ന മലക്കുണ്ട്. അപ്പോൾ ഇടത് ഭാഗത്തും മലക്കില്ലേ? ഇടത് ഭാഗത്തും മലക്കുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് തുപ്പാൻ പറ്റുമോ? ആ ഭാഗത്തേക്ക് തുപ്പാൻ പറ്റൂല, തുപ്പണമില്ല. എവിടേക്കാണ് തുപ്പണത്? ഇടത് കാലിൻ്റെ ചുവട്ടിലേക്കാണ് തുപ്പണത്, ഇടത് ഭാഗത്തേക്ക് തുപ്പണില്ല. ഇടത് കാലിൻ്റെ ചുവട്ടിലേക്കാണ് തുപ്പണത്. അതുകൊണ്ട് തന്നെ ഇടത് ഭാഗത്തേക്കും തുപ്പണില്ല. ആ മലക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആദരിക്കുന്നുണ്ട്. പിന്നെ തുപ്പൽ അനിവാര്യമാകുമ്പോഴാണ് ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഫത്തഖുല്ലാഹ മസ്തതഅ്തും, എവിടേക്കെങ്കിലും തുപ്പണം. അപ്പോൾ ഫത്തഖുല്ലാഹ മസ്തതഅ്തും, ഇടത് ഭാഗത്തേക്ക് തുപ്പുന്നില്ല, പക്ഷേ ഇടത് ഭാഗത്ത് കാൽ ചുവട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്? തുപ്പണത്. അപ്പോൾ അതാണ് ഇവിടെ വലാകിൻ അൻ ഷിമാലിഹി തഹ്ത ഖദമിഹി, മുത്തഫഖുൻ അലൈഹി. വേറെ റിവായത്തുള്ളത് ഔ തഹ്ത ഖദമി, കാൽ ചുവട്ടിലേക്ക് തുപ്പട്ടെ, അല്ലെങ്കിൽ അവൻ തൻ്റെ കാൽ ചുവട്ടിലേക്ക്, കാൽപാദത്തിന് ചുവട്ടിലേക്ക് തുപ്പട്ടെ എന്നുള്ളതാണ് വേറെ റിവായത്തിലുള്ളത്. അപ്പോൾ ഇതാണ് പിന്നെ ഈ ഹദീസ് ഉൾക്കൊണ്ടതായ വിഷയങ്ങൾ. ഹദീസിൻ്റെ റാവി അനസ് ഇബ്നു മാലിക്, നമുക്ക് വന്ന റാവിയാണ്. ഇദാ കാന അഹദുക്കും ഫിസ്സലാ ഫഇന്നഹു യുനാജി റബ്ബഹു ഫലാ യബ്സുഖന്ന ബൈന യദൈഹി വലാ അൻ യമീനിഹി വലാകിൻ അൻ ഷിമാലിഹി തഹ്ത ഖദമിഹി, മുത്തഫഖുൻ അലൈഹി. വഫി റിവായത്തിൻ ഔ തഹ്ത ഖദമിഹി. ഖലാസ്. അതാണ് പിന്നെ മുമ്പിലേക്ക് തുപ്പരുത്, ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പരുത് എന്ന് വിലക്കുണ്ട്. മനസ്സിലല്ലേ? ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പരുത് എന്ന് വിലക്കുണ്ട്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നവൻ്റെ തുപ്പൽ അവൻ്റെ മുഖത്തായിക്കൊണ്ട് അന്ത്യനാളിൽ വരും എന്ന് മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടുള്ളതല്ല. മനസ്സിലല്ലേ? അതേപോലെ തന്നെ വലത് ഭാഗത്തെ ആരാധിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ വലത് ഭാഗത്തേക്ക് തുപ്പുന്നതിനെ വിരോധിച്ചിട്ടുണ്ട് ഉള്ള ഹദീസുണ്ട്. ഇടത് ഭാഗത്തേക്ക് തുപ്പാനാണ് കൽപ്പന ഉള്ളത്. അത് ഇസ്ലാമിക അദബുകളിൽപ്പെട്ടതാണ്. എവിടെയാണെങ്കിലും, മക്കത്തായാണെങ്കിൽ മാത്രമല്ല, ശരി, ഖിബ്ല ആദരിക്കപ്പെടേണ്ടതാണ്. പിന്നെ മുആദ് റളിയല്ലാഹു തആലയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, മുആദ് ബിൻ ജബർ റളിയല്ലാഹു തആല പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച നാൾ മുതൽ ഇതുവരേക്കും ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല എന്നാണ്. അത് റസൂലുള്ളാഹിൻ്റെ വിരോധമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ
മാതൃകയാണ് പറയാം. കാരണം ഖിബിലയെ ആദരിക്കുക എന്നുള്ളത് എന്താണ്? അത് നമുക്കുള്ള ഒരു വിശ്വാസിയുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട സംഗതിയാണ്. കാബയെ ആദരിക്കുക എന്നുള്ളത്. കാബയെ ആദരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രകൃതിയിലുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ചിലരും കിബിലൻ്റെ നേരെ കാല് കിട്ടിയിരിക്കുമ്പോൾ കിബിലൻ്റെ നേരെ കാല് കിട്ടിയിരിക്കണേ അറിയും. അത് ശരിയല്ല, ആ പറച്ചിൽ ശരിയല്ല. കാരണം എന്താ, കിബിലൻ്റെ നേരെ കാല് കിട്ടി വിചാരിച്ചിട്ട് തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും എന്തുകൊണ്ടാണ് പറയണത്? കിബില ആദരിക്കപ്പെടേണ്ട, കാബ ആദരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ആ വികാരം കൊണ്ട് പറയുന്നതാണത്. അതാണ് മുആദും പറയുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇസ്ലാം സ്വീകരിച്ച നാൾ മുതൽ ഞാൻ കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പിയിട്ടില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കിബിലൻ്റെ ഭാഗത്തേക്ക് കാല് നീട്ടിയിരുന്നെന്ന് വിചാരിച്ചിട്ട് വിലക്കൊന്നുമില്ല. ഇപ്പോൾ ഞാൻ മരിച്ചാൽ കിടത്തണ എങ്ങനെ? കാല് കിബിലൻ്റെ ഭാഗത്തേക്കാണ് വരിക. അതേപോലെ തന്നെ ഒരാൾ നിസ്കരിക്കുകയാണ്, എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല. അയാൾ കിടന്നാണ് നിസ്കരിക്കാൻ സാധിക്കുള്ളൂ. അയാൾ എങ്ങോട്ട് കിടന്നാൽ നിസ്കരിക്കുക? കിബിലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടിയിട്ടാണ് നിസ്കരിക്കുക, അല്ലേ? കാരണം കിബിലയിലേക്ക് മുഖം തിരിക്കണം എന്നുണ്ടെങ്കിൽ കാലെങ്ങനെ വെക്കണം? കിബിലയിലേക്ക് വെക്കണം. അതുകൊണ്ട് തന്നെ കിബിലയിലേക്ക് കാല് നീട്ടുക എന്നുള്ളത് എന്തല്ല, വിരോധിക്കപ്പെട്ടതല്ല. ചില ആളുകൾ അങ്ങനെ പറയും. പക്ഷേ ഞാനത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ ആളുകൾ ആദരപൂർവ്വമാണ് എന്ത് ചെയ്യുന്നത്, കാല് നീട്ടരുത് എന്ന് പറയുന്നത്. അത് ശരിയല്ലെങ്കിലും അതാണ് ഒന്നാമത്തെ ഹദീസ്. ഇനി രണ്ടാമത്തേത്, വഅൻഹു റളിയല്ലാഹു അൻഹു ഖാൽ. വഅൻഹു എന്ന് പറഞ്ഞാൽ അനസിൽ നിന്ന് തന്നെയാണ്. വഅൻഹു അദ്ദേഹത്തിൽ നിന്ന് തന്നെ നിവേദനം. അദ്ദേഹത്തിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. വഅൻഹു റളിയല്ലാഹു അൻഹു ഖാൽ കാന ഖിറാമുൻ ലിആയിഷത സതറത് ബിഹി ജാനിബ ബൈതിഹാ ഫഖാല ലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീതി അന്ന ഖിറാമക്കി അമീതി അന്ന ഖിറാമക്കി ഹാദാ എഴുതിയിട്ടില്ല. ഖിറാമക്കി ഹാദാ ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅറദു ലി ഫി സ്വലാത്തി. താരിദു എന്നാണ് ശരിക്കും. തഅറദു എന്നുള്ളതിൻ്റെ താ കളഞ്ഞിട്ടുള്ള സീഗയാണത്. തനസ്സലുൽ മലായികത്തു അല്ലേ, അത് തതനസ്സലു എന്നുള്ളതാണ്. അതേപോലെ തതഅറദു എന്നുള്ളതാണ് തഅറദു. തഅറദു പക്ഷേ ഇനി താരിദു എന്നായാലും അർത്ഥത്തിൽ പ്രശ്നമല്ല. എല്ലാവരും ഇതും അങ്ങനെ തന്നെ, നിങ്ങളതും അങ്ങനെ തന്നെ. കോപ്പി താരിദു ഖലാസ് മുഷ്കിൽ. അമീതി അന്ന ഖിറാമക്കി ഹാദാ ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅറിദു ഫീ സ്വലാത്തി. തഅറിദു ലി ഫീ സ്വലാത്തി റവാഹുൽ ബുഖാരി. പിന്നെ വലഹുമാ ഫി ഹദീസി അല്ലേ, വത്തഫഖ ഫി ഹദീസിഹാ ഇംബിജാനിയത്ത് അല്ല അംബിജാനിയത്ത് അബീ ജഹം അല്ലേ, വഫീഹി അല്ലേ, വത്തഫഖ. അതെവിടെ എഴുതണം, ഞാനവിടെ വിട്ടു. വത്തഫഖ اتفق على حديثها في قصة അത്ര ഉണ്ടായില്ലേ, ഞങ്ങൾ കുത്തിട്ട് വെച്ചു. അർത്ഥമുള്ള അർത്ഥമില്ല. واتفق على حديثها في قصة أنبجانية أبي جهم وفيه فإنها ألهتني عن صلاتي. ഇനി അനസിൽ നിന്ന് തന്നെയുള്ള നിവേദനമാണ്. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അദ്ദേഹം പറഞ്ഞു, കാന ഖിറാമുൻ ലി ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു ഖിറാം ഉണ്ടായിരുന്നു. ഖിറാം എന്ന് പറഞ്ഞാൽ നേർത്ത വിരി.
ഖിറാം എന്ന് പറഞ്ഞാൽ ചിത്ര മറ വിരി, നേർത്ത വിരി, അതിൽ ചിത്രങ്ങൾ പണികളൊക്കെ ഉള്ള നേർത്ത വിരി, വരകളും കുറികളൊക്കെ ഉള്ള നേർത്ത വിരിക്കാണ് ഖിറാം എന്ന് പറയാം. ഖാന ഖിറാമുല്ലി ആയിഷ, ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ഒരു നേർത്ത വിരി ഉണ്ടായിരുന്നു. സതറത്ത് ബിഹി, ആ വിരി കൊണ്ട് അവർ മറച്ചു, ജാനിബ ബൈത്തി, അവരുടെ വീടിൻ്റെ ഒരു ഭാഗം, വീടിൻ്റെ ഒരു ഭാഗം മറച്ചു. ജാനിബ ബൈത്തി, അവരുടെ വീടിൻ്റെ ഒരു ഭാഗം അവർ ആ വിരി കൊണ്ട് മറച്ചു. കർട്ടൻ ഇട്ടു എന്നർത്ഥം. വീടിൻ്റെ ഒരു ഭാഗത്ത് അവർ ഈ ഖിറാം കൊണ്ട് കർട്ടൻ ഇട്ടു. ഫഖാല ലഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അമീതി അന്ന ഖിറാമക്കി ഹാദ, അമീതി അന്ന, നമ്മളിൽ നിന്ന് നിങ്ങൾ നീക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നിൽ നിന്ന് നിങ്ങൾ നീക്കുക. അമീതി എന്ന അസീലി, നീക്കുക. ഖിറാമക്കി ഹാദ, നിങ്ങളുടെ ഈ വിരി, നിങ്ങളുടെ ഖിറാമക്കി, നിങ്ങളുടെ ഈ വിരി നമ്മളിൽ നിന്ന് നീക്കുക, കൊണ്ടുപോകാൻ പറഞ്ഞു, എടുത്തുകൊണ്ടാകാൻ പറഞ്ഞു. ഫഇന്നഹു, കാരണം ഈ വിരി, ലാ തസാലു തസാവീറുഹു, അതിലെ ചിത്രങ്ങൾ, ചിത്രപ്പണികൾ, അതിലെ ചിത്രങ്ങൾ, ലാ തസാൽ എന്നാൽ ആയിക്കൊണ്ടിരിക്കുന്നു, ലാ തസാലു തസാവീറുഹു, ആ വിരിയിലെ ചിത്രങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. തഅരിദു ലീ ഫീ സലാത്തി, എൻ്റെ നമസ്കാരത്തിൽ എനിക്ക്, തഅരിദു പറഞ്ഞാൽ തതഅറദു, തഅരിദു എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ പിന്നെ എന്താ ഇതിന് പറയുക, പ്രകടമാകുക, മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരിക, അതാണ് മനസ്സിൽ തെളിയുക, അതാണ് ഇവിടെ ഉദ്ദേശം, അതാണ്. ഫഇന്നഹു ലാ തസാലു തസാവീറുഹു, ആ വിരിയിലെ ചിത്രപ്പണികൾ, ചിത്രങ്ങൾ, തഅരിദു ലീ ഫീ സലാത്തി, എൻ്റെ നമസ്കാരത്തിൽ എനിക്ക്, എന്താ ഞാൻ പറഞ്ഞത്, തെളിയുന്നു, മനസ്സിൽ തെളിയുന്നു, മനസ്സിൽ തെളിയുന്നു. എൻ്റെ നമസ്കാരത്തിൽ അതിലെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, അതാണ് തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ലാ തസാലു തസാവീറുഹു, അതിലെ ചിത്രങ്ങൾ, തഅരിദു ലീ, എനിക്ക് എൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫിസലാത്തി, എൻ്റെ നമസ്കാരത്തിൽ. റവാഹുൽ ബുഖാരി, ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്താണ്. വത്തഫഖ അല ഹദീസിഹ, വത്തഫഖ, ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല ഹദീസിഹ, ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഇത്തഫഖ എന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിലാണ് ആ ഹദീസ് ഉള്ളത്? ഫി ഖിസ്സത്തി അംബിജാനിയത്തി അബീജഹം, അബൂജഹമിൻ്റെ അംബിജാനിയ സംഭവത്തിൽ, അതൊരു സംഭവമാണ്, ഞാൻ അതിലേക്ക് പറയാം, അത് വിശദീകരിക്കാം. അബൂജഹം സഹാബിയാണ്. അബൂജഹം എന്ന സഹാബിയുടെ അംബിജാനിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം വസ്ത്രമാണ്, ഒരു തരം വസ്ത്രമാണ്, കട്ടിയുള്ള ഒരു തരം വസ്ത്രമാണ് അംബിജാനിയ. അംബിജാൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് നെയ്ത് കൊണ്ടുവരുന്ന വസ്ത്രമാണത്. അതിലേക്ക് ചേർത്തിട്ടാണ് അംബിജാനിയ എന്ന് പറയുന്നത്. അംബിജാൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണത് പിന്നെ നിർമ്മാണം. അതൊരു സംഭവമാണ്. ഈ അബൂജഹമിൻ്റെ അംബിജാനിയ വസ്ത്രം ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ എന്തുണ്ട്? അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇമാം ബുഖാരി മുസ്ലിമും ഏകോപിച്ചിട്ടുണ്ട്. വഫീഹി, ആ ഹദീസിലുണ്ട്, അതാണ് നമ്മുടെ വിഷയം. ഫഇന്നഹ, കാരണം ഈ അംബിജാനിയ വസ്ത്രം, അൽഹത്നി അൻ സലാത്തി, എൻ്റെ നമസ്കാരത്തെ തൊട്ട് എന്നെ, അൽഹത്നി എന്ന് പറഞ്ഞാൽ അഷ്ഗലത്നി, വ്യാപൃതമാക്കി, അശ്രദ്ധമാക്കി, ശ്രദ്ധയെ തെറ്റിച്ചു എന്നർത്ഥം, ശ്രദ്ധയെ തെറ്റിച്ചു. തയ്യ കുറേ മസാലകളുള്ളൊരു സംഭവമാണ് ഇത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു ഖിറാം ഉണ്ടായിരുന്നു. ഖിറാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കർട്ടൻ. അതുകൊണ്ട് അവരെ വീടിൻ്റെ ഒരു ഭാഗം മറച്ചിരുന്നു.
ചിലയിടത്ത് ചുമരിൽ തൂക്കിയിരുന്നു എന്നാണുള്ളത്. ചുമരിന് കർട്ടൻ ഇട്ടിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ആ ഖിറാമിൽ എന്തുണ്ടായിരുന്നു? കുറേ തസാവീർ ഉണ്ടായിരുന്നു, ചിത്രങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റാൻ പറഞ്ഞു. അമീത്തി അന്ന ഖിറാമക്കി ഹദ, ഈ വീരെടുത്ത് മാറ്റാൻ പറഞ്ഞു. അതിന് റസൂലുള്ള കാരണം പറഞ്ഞെന്താ? ഫഇന്നഹു ലാ തസാലു തസാവീറുഹു, അതിലെ ചിത്രങ്ങൾ തഅരിദു ലി ഫി സലാത്തി, എൻ്റെ നമസ്കാരത്തിൽ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്, മനസ്സിൽ തെളിയുകയാണ്, അതുകൊണ്ട് അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നാണ് റവാഹുൽ ബുഖാരി. ഇവിടെ എന്തിനാ അത് പറഞ്ഞ്? നമ്മൾ പറഞ്ഞ് ഇന്ന ഫി സലാത്തിലെ ഷുഗുല, നമസ്കാരത്തിൽ എന്താണ്? അള്ളാഹുവിനോടുള്ള നമ്മൾ ഷുഗലിലാണ്, നമ്മൾ വ്യാപൃതാണ് പടച്ചവനോടുള്ള മുനാജാത്തിൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവോടുള്ള മുനാജാത്തിന് ഭേദിക്കണ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ നമസ്കാരത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല, നമസ്കാരത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ മുന്നിലും ഉണ്ടാകാൻ പാടുള്ളതല്ല, നമ്മളുടെ മനസ്സിലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തസാവീറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലിങ്ങനെ തെളിയുന്നത് കാരണത്താൽ അത് നിസ്കാരത്തിലെ ഖുശൂഇനെ ബാധിക്കും. അതുകൊണ്ടാണ് റസൂൽ എന്ത് ചെയ്തത്? തൻ്റെ മുന്നിൽ നിന്ന് അത് നീക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. ഇവിടെ ഇബ്നു ഹജർ റഹിമഹുല്ല ഈ അബൂജഹമിൻ്റെ അംബിജാനീയ വസ്ത്രം, ആ സംഭവത്തിലേക്ക് സൂചന നൽകി. ആ സംഭവം ആയിഷ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇമാം ബുഖാരിയും മുസ്ലിമും അവരിൽ നിന്ന് ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അബൂജഹമിൻ്റെ അംബിജാനീയ വസ്ത്രത്തിൻ്റെ ഖിസ്സ? ഈ അബൂജഹം റളിയല്ലാഹു തആല, അബൂജഹം പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിന് അബൂ ജുഹൈം എന്നും പറയും, അബൂജഹം എന്നും പറയും, അബൂ ജുഹൈം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പേര് ഉബൈദത്ത് എന്നാണ്. ഉബൈദ അദ്ദേഹം പിന്നെ അൽ അദവിയാണ്, അദവി അൽ ഖുറഷി, ഉബൈദത്തുൽ അദവി അൽ ഖുറഷി. അദ്ദേഹം കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കുകളോട് എത്തിച്ചേർന്നിട്ട് നുബുവത്തിന് മുമ്പ് കഅബ നിർമ്മിച്ചപ്പോൾ ആ നിർമ്മാണത്തിൽ പങ്കെടുത്ത ആളാണ് ഈ അബൂജഹം. മനസ്സിലായില്ലേ? 35-ാമത്തെ വയസ്സിൽ, റസൂലുള്ളാഹിന്റെ 35-ാമത്തെ വയസ്സിൽ മക്കക്കാർ കഅബ നിർമ്മിച്ചപ്പോൾ ആ നിർമ്മാണത്തിൽ പങ്കെടുത്തതാണ് അബൂജഹം. ഈ അബൂജഹം പിൽക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലാൻ്റെ ഖിലാഫത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു കഅബ പൊളിച്ച് നിർമ്മിച്ച് ആ നിർമ്മാണത്തിലും പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലായി? 80 വർഷത്തിലേറെ ദൂരപരിധിയുണ്ട് ആ രണ്ട് നിർമ്മാണത്തിനും ഇടയിൽ. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ, ഉസ്മാൻ, അലി, മുആവിയ ഇവരുടെയൊക്കെ ഖിലാഫത്തിന് ശേഷമാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ത് ചെയ്യണത്? കഅബ പിന്നെ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ നിർമ്മാണത്തിൽ ഈ അബൂജഹം പങ്കെടുത്തിട്ടുണ്ട്. കുറേ കാലം ജീവിച്ചിട്ടുണ്ട് എന്നർത്ഥം അദ്ദേഹം. രണ്ട് നിർമ്മാണങ്ങൾക്കിടയിൽ 80-ലേറെ വർഷത്തിൻ്റെ ദൂരമുണ്ട്. ഈ അബൂജഹം അദ്ദേഹം പിന്നെ ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, റസൂലെ ഞാൻ അബൂജഹമിനെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അബൂജഹമിനെ. പിന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ മുആവിയനെ കല്യാണം കഴിക്കട്ടെ എന്ന്. അപ്പോൾ റസൂലുള്ള പറയണത് അമ്മ അബൂജഹം ഫദറാബുൻ ലിന്നിസ, അബൂജഹമിനെ കെട്ടേണ്ട കാരണം പെണ്ണുങ്ങളെ തല്ലും എന്ന് പറയുന്നുണ്ട്. മനസ്സിലല്ലേ? ലാ യദഉ അസാഹു അൻ ആതിഖിഹി എന്നാണ്. വടി തോളുന്ന് ഇറക്കലില്ല മുപ്പരി എന്നാണ് പറഞ്ഞത്. ഒന്നിൽ ചിലതിൽ ദൊറാബ് എന്നാണ്. പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് തല്ലുന്ന ആളാണ്. അതുകൊണ്ട് അബൂജഹമിനെ കെട്ടണ്ടെന്ന് പറയുന്നുണ്ട് ഫാത്തിമ ബിന്ത് ഖൈസിനോട് റസൂലുള്ള. ഇയാളെ കുറിച്ചാണ്. അമ്മ മുആവിയത്ത് ഫസുലൂക്കുൻ, മുആവിയ ദരിദ്രനാണ്, പൈസ എല്ലാം മാലല്ലഹു, അതുകൊണ്ട് മുആവിയനെയും കെട്ടണ്ട. പിന്നെ ഉസാമനെ കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്, ഫാത്തിമ ബിന്ത് ഖൈസിനോട്. അപ്പോൾ അതാണ് ഈ അബൂജഹം. അബൂജഹം മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം പിന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ അബൂജഹം അദ്ദേഹം റസൂലുള്ളാഹിക്ക് ഒരു അംബിജാനിയെ സമ്മാനിച്ച്. അംബിജാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബിജാൻ ദേശത്ത് നിർമ്മിച്ച ഒരു വസ്ത്രം, ഒരു തോപ്പ്, പരുത്ത കട്ടിയുള്ള വസ്ത്രമാണത്, കട്ടിയുള്ള ഒരു വസ്ത്രം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ധരിച്ച്. പക്ഷേ ഈ അംബിജാനിയയിൽ കുറേ വരണ്ട്, കുറേ വരകളൊക്കെ ഉണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അത് എടുത്ത് നിസ്കരിച്ച് എന്നിട്ട് റസൂൽ എന്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ അത് ഊരി, ഈ അംബിജാനി ഊരിയിട്ട് റസൂൽ എന്ത് ചെയ്ത് ഇത് അബൂജഹമിന് തന്നെ കൊടുത്തയച്ച് എന്നിട്ട് പറഞ്ഞ് അബൂജഹമിനോട് ഈ അംബിജാനി എടുക്കാൻ പറ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അംബിജാനി എനിക്ക് തരാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിക്ക് സമ്മാനിച്ച ഒരു അംബിജാനി അബൂജഹമിൻ്റെ അടുത്തുണ്ട്, അദ്ദേഹം ഉപയോഗിക്കണ വേറൊന്നുമുണ്ട്, പക്ഷെ അതിൽ വരയും കുറിയൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ് ഈ അബൂജഹമിൻ്റെ ഈ അംബിജാനിയ അത് അബൂജഹമിന് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അംബിജാനിയെ തരാൻ പറയായിരുന്നു. അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിക്ക് അദ്ദേഹം ഹദിയായിട്ട് കൊടുത്താണ് ഇഷ്ടത്തിൽ. ആ ഹദിയ റസൂലുള്ളാഹി തിരസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അംബിജാനിയെ വാങ്ങിയിട്ട് റസൂലുള്ളാഹി ധരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതാണ് സംഭവം. അബൂജഹം റസൂലുള്ളാഹിക്ക് ഒരു അംബിജാനിയ സമ്മാനിച്ച് അതെടുത്ത് റസൂലുള്ളാഹി നിസ്കരിച്ച്. അതാണ് ആ സംഭവത്തിൽ വഫീഹി, ആ ഹദീസിലുണ്ട് ഫഇന്നഹ, അദ്ദേഹത്തിൻ്റെ അബൂജഹമിൻ്റെ അംബിജാനിയ ഫഇന്നഹ അത് അൽഹത്തിനി അൻ സലാത്തി, എന്നെ നമസ്കാരത്തോട്ട് തന്നെ അശ്രദ്ധമാക്കി, അഷ്ഗലത്തിനി എന്നർത്ഥം, വ്യാപൃതമാക്കി, അശ്രദ്ധമാക്കി. അതാണ് അതിൻ്റെ കാരണം. അബൂജഹമിൻ്റെ അംബിജാനിയെ തിരിച്ചു കൊടുക്കാൻ കാരണം, എന്നിട്ട് അബൂജഹമിൻ്റെ വരയില്ലാത്ത അംബിജാനിയെ തിരിച്ചു ചോദിക്കാൻ കാരണം നമസ്കാരത്തൊട്ട് റസൂലുള്ളാഹിനെ അശ്രദ്ധമാക്കി എന്നുള്ളതാണ്. അതാണ് ഈ സംഭവം. മനസ്സിലായോ? അതിവിടെ ഉണ്ട്. റവാവുൽ ബുഖാരി എന്ന് പറഞ്ഞിട്ട് വത്തഫഖ, ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്തു അല ഹദീസിയ, ആയിഷയിൽ നിന്നുള്ള ഹദീസിന്. ഏത് വിഷയത്തിൽ? ഫി ഖിസ്സത്തി അംബിജാനിയത്തി അബീജഹം, അബൂജഹമിൻ്റെ അംബിജാനിയയുടെ ഖിസ്സയിൽ, സംഭവത്തിൽ. ആ സംഭവമാണ് ഇപ്പോൾ ഞങ്ങളെ പറഞ്ഞത്. അബൂജഹം അദ്ദേഹം പിന്നെ പ്രസിദ്ധനായ സഹാബിയാണ്. മക്കം ഫത്തഹിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. മക്കം ഫത്തഹിലാണ് അബൂജഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അബൂ ജുഹൈം എന്നും അദ്ദേഹത്തിന് പറയും. യർമൂക്ക് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ചില മനുഷ്യന്മാർക്കൊരു പ്രകൃതി ഉണ്ടാവും. അപ്പോൾ ആ പ്രകൃതി ചിലർക്ക് നീക്കാൻ പ്രയാസമായിരിക്കും. മക്കം ഫത്തഹിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പിൽക്കാലത്ത് മക്കം ഫത്തഹിൽ, വളരെ പിൽക്കാലത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹം പങ്കെടുത്ത ഏറ്റവും പ്രസിദ്ധമായ യുദ്ധം യർമൂക്ക് യുദ്ധം. റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്തെ അവസാന നാളുകളിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊരു പ്രകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഒരാണ് നമ്മളോട് പെണ്ണിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഒരു പെണ്ണിൻ്റെ ആളുകൾ നമ്മളോട് ഒരാണിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അയാളിൽ ഉള്ള സ്വഭാവങ്ങൾ പറയണം. മനസ്സിലല്ലേ? നല്ലതാണെങ്കിൽ നല്ലത് പറയണം, ചീത്തയാണെങ്കിൽ ചീത്ത പറയണം. പക്ഷേ ചീത്ത സ്വഭാവം പറയുമ്പോൾ മാറുന്ന സ്വഭാവങ്ങളാണെങ്കിൽ പറയാൻ പാടുള്ളതല്ല. ചിലത് ചികിത്സിച്ചാൽ മാറുന്ന സ്വഭാവങ്ങളുണ്ടാവും. അത് പറഞ്ഞിട്ട് ആ വിവാഹം മുടക്കേണ്ട കാര്യമില്ല. സമയം മാറാത്ത സ്വഭാവങ്ങളാണെങ്കിലോ അത് പറയണം. അതെന്തല്ല, ഗീബത്തല്ല, അത് പറയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൂപ്പരെ കെട്ടാൻ നിൽക്കണ്ടെന്ന് ഫാത്തിമ ബിന്ത് ഖൈസ് പിന്നെ ഇദ്ദേഹത്തെ കല്യാണം അന്വേഷിച്ചപ്പോൾ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയാണ് ഞാൻ അതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാനുഷികമായിട്ടുള്ളതായ ചില പോരായ്മകളുണ്ടാവും. അത് ചിലർക്ക് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളത് ചിലപ്പം പ്രയാസമായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിയിച്ചു. അപ്പോൾ ഈ ഹദീസ് മനസ്സിലായ? ഇതും നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ ബാധിക്കുന്ന സംഗതികൾ നമസ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് ഈ ഹദീസും. ഇനി അടുത്ത ഹദീസ് വഅൻ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല അൻഹു, ജാബിർ ഇബ്നു സമുറയിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയൻതഹിയന്ന അഖ്വാമുൻ യർഫഊന അബ്സാറുഹും ഇല സമാ ഫി സ്വലാഹ് ഔ ലാ തർജിഉ ഇലൈഹിം. റവാഹു മുസ്ലിം. അതാണ് അടുത്ത ഹദീസ്. വഅൻ ജാബിർ ഇബ്നു സമുറ,
ജാബിർ ഇബ്നു സമുറയിൽ നിന്ന് നിവേദനം. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. ഖാല, ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു പറയണം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമും, ഒരു വിഭാഗം ആളുകൾ അവർ വിരമിക്കട്ടെ. ലയൻതഹിയന്ന എന്നാണ് എന്താ? അവസാനിപ്പിക്കട്ടെ എന്നർത്ഥം. അഖ്വാമ് ആളുകൾ അവസാനിപ്പിക്കട്ടെ. എന്താ അവസാനിപ്പിക്കട്ടെ? യർഫഊന അബ്സാറഹും ഇലസ്സമാ ഫിസ്സലാ, നമസ്കാരത്തിൽ അവർ തങ്ങളുടെ ദൃഷ്ടികളെ ഉയർത്തുന്നു, ഇലസ്സമാ, ആകാശത്തിലേക്ക്. നിസ്കാരത്തിൽ അവർ കണ്ണുകൾ ഉയർത്തുന്നു, എവിടേക്ക്? ആകാശത്തിലേക്ക്. യർഫഊന അബ്സാറഹും, അവരുടെ ദൃഷ്ടികളെ അവർ ഉയർത്തുന്നു, ഇലസ്സമാ, ആകാശത്തിലേക്ക്, ഫിസ്സലാ, നമസ്കാരത്തിൽ. അപ്പോൾ നിസ്കാരത്തിൽ മാനത്തേക്ക് നോക്കിയിട്ട് നിസ്കരിക്കുന്ന ആളുകൾ അവർ അത് അവസാനിപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ലയൻതഹി എന്നതാണ്. ല എന്നുള്ളത് ഇവിടെ ലാ തൗത്തി അലിൽ ഖസം എന്നാ പറയുക. വല്ലാഹി ലയൻതഹി എന്നതാണ്. അള്ളാഹുവാണ് അവസാനിപ്പിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഔ, അതില്ല എങ്കിൽ, ഔ ഇവിടെ തഖീറിൻ്റെ ഔ എന്നാ പറയുക. ലാ തർജിഉ ഇലൈഹിം, അവരുടെ ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങുകയില്ല. എന്നാൽ കാഴ്ച അവരിലേക്ക് മടങ്ങിക്കൊള്ളുന്നില്ല, ദൃഷ്ടി അവരിലേക്ക് മടങ്ങിക്കൊള്ളണമെന്നില്ല. അതാണ് ലാ തർജിഉ ഇലൈഹിം. റവാഹു മുസ്ലിം. ജാബിർ ഇബ്നു സമുറ നമുക്ക് വന്ന റാവിയ അല്ലേ? ജാബിർ ഇബ്നു സമുറ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് പറഞ്ഞു. ജാബിർ ഇബ്നു സമുറ ഇബ്നു ജുനാദ ഇബ്നു ജുന്ദുബ് അസ്വായി എന്നാണ് അദ്ദേഹത്തിന്. ജാബിർ ഇബ്നു സമുറ ഇബ്നു ജുനാദ ഇബ്നു ജുന്ദുബ് അസ്വായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജാബിർ ഇബ്നു സമുറ, ഞാനിവിടെ എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജാബിർ ഇബ്നു സമുറയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഉള്ള അവിടേക്ക് പോവുകയും അങ്ങനെ ജാബിർ ഇബ്നു സമുറ പറയണം, റസൂലുള്ള ഞങ്ങളുടെ ഇങ്ങനെ കവിളിൽ തട്ടി ഇങ്ങനെ തലോടി, അങ്ങനെ എൻ്റെ കവിളിലും റസൂലുള്ള അങ്ങനെ തലോടി. അപ്പോൾ റസൂലുള്ള തലോടി ആ കവിളായിരുന്നു മറ്റേ കവിളിനേക്കാൾ മുഞ്ചുള്ള കവിൾ എന്ന് പറഞ്ഞൊക്കെ സംഭവം. ജാബിർ ഇബ്നു സമുറ. അലാ കുല്ലിൻ കൂഫയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഹിജ്റയുടെ 70 കൂഫയിൽ മരണപ്പെട്ടു അല്ലേ? എനിക്ക് ഓർമ്മ. അലാ കുല്ലിൻ, പിന്നെ ജാബിർ ഇബ്നു സമുറ ഇബ്നു ജുന്ദുബിന് ജുനാദ ഇബ്നു ജുന്ദുബ് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയൻതഹിയന്ന അഖ്വാമു യർഫഊന അബ്സാറഹും ഇലസ്സമാ ഫിസ്സലാ. അപ്പോൾ ഇതിലെന്താ? നിസ്കാരത്തിൽ നമ്മൾ ഒടുക്കും നോക്കാൻ പാടില്ല, മാനത്തേക്ക് നോക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഹദീസ് എടുത്തില്ല നമ്മൾ? നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടുള്ളതല്ല. തിരിഞ്ഞു നോക്കൽ ഒന്നുകിൽ എവിടേക്കായിരിക്കും? ഇടത് ഭാഗത്തേക്കായിരിക്കും, അല്ലെങ്കിൽ വലത് ഭാഗത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ബാക്കിലേക്കായിരിക്കും. അപ്പോൾ വലതുക്കും നോക്കാൻ പാടില്ല, ഇടത്തേക്കും നോക്കാൻ പാടില്ല. ഇവിടെ പറഞ്ഞ് എവിടേക്ക് നോക്കാൻ പാടില്ല? മാനത്തേക്കും നോക്കാൻ പാടില്ല. അപ്പം പിന്നെ എവിടേക്കാണ് നോക്കേണ്ടത്? താഴത്തേക്കാണ്, സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ്. മാലിക്കികൾ പറഞ്ഞത് കിബിലയുടെ ഭാഗത്തേക്ക് നോക്കണമെന്നാണ്. അവർ ഈ ഹദീസുകളാണ് കൂട്ടുപിടിച്ചത്. റസൂലുള്ള പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത്, ഇടത്തേക്ക് വലത്തേക്ക് ബാക്കിക്ക്, മോൾക്കും നോക്കാൻ പാടില്ല. അപ്പോൾ നേരെ നേരെ നോക്കണതിന് വിലക്കില്ല, അതുകൊണ്ട് കിബിലയുടെ ഭാഗത്തേക്ക് നോക്കാമെന്ന്. യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമാണ് ശരി. എവിടെയൊക്കെ നോക്കേണ്ടത്? സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. എന്തിനാ? ഖുശൂവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഖുശൂ ഉണ്ടാകാൻ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. ഇവിടെ ഔലാ തർജിഉ ഇലൈഹിം, നിസ്കാരത്തിൽ മാനത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ദൃഷ്ടി മടങ്ങിക്കൊള്ളണമെന്നില്ല എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ്? എങ്ങനെ ദൃഷ്ടി മടങ്ങാതിരിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ബസർ അബ്സാറാണ്, കാഴ്ചകൾ അല്ലേ? കാഴ്ച പോയി പോകുന്ന അർത്ഥം, അള്ളാൻ്റെ ശിക്ഷ വരും എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇനിയിപ്പോൾ പിന്നെ ഭൗതികമായിട്ട് കാഴ്ച പോയിട്ടില്ല എങ്കിലും ഉൾക്കാഴ്ച പോണ അവസ്ഥ വരും.
പക്ഷേ അതാണ് ഏറ്റവും പ്രയാസം. കണ്ണിൻ്റെ ഭൗതികമായ കാഴ്ചയല്ല, ഉൾക്കാഴ്ച കടലാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ലഹും വലഹും ആയുനും ലാ യുബ്സിറൂന ബിഹ വലഹും ആയുനും ലാ യുബ്സിറൂന ബിഹ. അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ പിന്നെ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലദി പിന്നെ അല്ല, അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുന്നില്ല, അവരുടെ കൽബുകൾക്ക് അന്ധത ബാധിക്കുന്നു പറയല്ലേ? അപ്പോൾ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുക എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ കണ്ണുകളുണ്ട്, കാണാതിരിക്കുക എന്നുള്ളതുണ്ട്. ആ കാഴ്ച പോകലാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മനുഷ്യന്മാരുണ്ട്, കണ്ണുണ്ട് പക്ഷേ കണ്ണുകൊണ്ട് എന്തില്ല, കാണേണ്ടത് കാണുന്നില്ല. കാണേണ്ടത് എന്താ? തങ്ങളുടെ പാരത്രിക വിജയത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലല്ലേ? അങ്ങനെ കണ്ണുണ്ടായിട്ട് എന്താ കാര്യം? ഏതായാലും നിസ്കരിക്കുമ്പോൾ ആകാശത്തിലേക്ക് ദൃഷ്ടികളെ ഉയർത്തുന്നതിനെ തൊട്ടുള്ള വിലക്കാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലയൻ തഹിയന്ന വല്ലാഹി ലയൻ തഹിയന്ന, അള്ളാഹുവാണ് അതിൽ നിന്ന് ആളുകൾ വിരമിക്കട്ടെ എന്ന് പറയാണ്. അതില്ല എങ്കിൽ അവരുടെ ദൃഷ്ടി അവരിലേക്ക് മടങ്ങിക്കൊള്ളണം എന്നില്ല, കാഴ്ച അവർക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഉണർത്തുന്നത്. മനസ്സിലായി? റവാഹു മുസ്ലിം. ഇനി അടുത്ത ഹദീസ്. വലഹു അൻ ആയിഷ റളിയല്ലാഹു അൻഹാ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വലാത്ത ബിഹദറത്തി തആമിൻ വലാ വഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വലഹു എന്ന് പറഞ്ഞാൽ വലി മുസ്ലിം എന്നർത്ഥം. ഇമാം മുസ്ലിമിനുണ്ട് വലഹു, ഇമാം മുസ്ലിമിനുണ്ട് അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്. എന്താ ആയിഷമ്മ പറയുന്നത്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഖൂലു, ഇവിടെ യഖൂലു എന്നുണ്ടല്ലേ, യഖൂലു പറയുന്നതായി ഞാൻ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? ലാ സ്വലാത്ത, നമസ്കാരമില്ല, ബിഹദറത്തി തആമിൻ. എന്താ ബിഹദറത്തി തആമിൻ? ഭക്ഷണത്തിൻ്റെ സാന്നിധ്യത്തിൽ, ഭക്ഷണത്തിൻ്റെ ലാ സ്വലാത്ത ബിഹദറത്തി തആമിൻ വലാ വഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ. ഇവിടെ ഹദറത്ത് തആം എന്ന് പറഞ്ഞാൽ തആം ഭക്ഷണം, ഭക്ഷണത്തിൻ്റെ സാന്നിധ്യത്തിൽ ലാ സ്വലാത്ത, നമസ്കാരമില്ല, ഒരു നിസ്കാരമില്ല, ഫർളുമില്ല സുന്നത്തുമില്ല, നിസ്കാരത്തിൻ്റെ സാന്നിധ്യത്തിൽ. ഇവിടെ നമുക്ക് മുമ്പ് വന്നല്ലേ പിന്നെ അശ റെഡി ആയാൽ ഇഷ പാടില്ല. ഭക്ഷണം അതിൻ്റെ സാന്നിധ്യം. ഇബ്നു ഉമർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ കാണാം, അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇഖാമത്ത് കൊടുത്ത്, അപ്പോഴാണ് ഷവായൻ്റെ മണം കേൾക്കുന്നത്. ഷവായ ഉണ്ടല്ലോ, ചുടുന്ന മണം. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞ് ഞാൻ കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതിയായിരുന്നു. കാരണം എന്താ? പിന്നെ കൈയ്യട്ടി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഷവായക്കാരൻ തീരുവോളം. ഇത് നിസ്കാരമാണ്. നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എൻ്റെ ഖുശൂവിനെ ഭേദിക്കുന്ന ഏർപ്പാട് പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പിന്നെ നിസ്കാരത്തിന് കൈ കെട്ടാൻ ഉദ്ദേശിച്ച് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു തആല ഇഖാമത്ത് കൊടുക്കാൻ മതി, ഇഖാമത്ത് കൊടുത്ത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ്, നിസ്കരിക്കാൻ നിൽക്കുന്നിടത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കയറി തൻ്റെ ഉദ്യമം നിർവഹിച്ച് വന്നിട്ട് നിസ്കരിച്ച്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് വീതം വെക്കാനുള്ളതാണ്, കുറച്ച് വീതം വെച്ചിട്ട് ഇനി ബാക്കിയുണ്ട്, അതും അർജൻറ്റായിട്ട് വീതം വെക്കേണ്ടതാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് ഓർമ്മ വന്നത് അത് വീതിച്ചിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് എന്ത് ചെയ്തു, അതും വീതിച്ചതിന് ശേഷമാണ് വന്നത്. ഇല്ലെങ്കിൽ എന്തായിരിക്കും നിസ്കാരത്തിൽ മുഴുവൻ വീതിക്കാരൻ രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിസ്കാരത്തിൽ വീതിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷേ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ ശുഗലിലാകണ ഒരു ഏർപ്പാടും പാടുള്ളതല്ല. നിസ്കാരത്തിൽ ശുഗൽ ആരുമായിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടാണ്. അതാണ് ലാ സ്വലാത്ത ബിഹദറത്തി തആമിൻ, തആം ഹാജരായിരിക്കും. നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സിൽ. അത് എപ്പോഴാണ് നിസ്കാരത്തിന് ആവശ്യക്കാരനാകുക, എങ്ങനെയാണെന്നുള്ള വിഷയങ്ങൾ. എല്ലാപ്പോഴും മനുഷ്യന്മാർക്ക് ഭക്ഷണം വേണ്ടി വരും. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഏതുതരം ഭക്ഷണം ഉണ്ടായിരിക്കും. അതിനൊക്കെ നിസ്കാരം മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണം റെഡി ഉണ്ട്, ആൾക്ക് ഭക്ഷണം ആവശ്യമാണ്, വിശപ്പുണ്ട്, ഭക്ഷണം ആവശ്യമാണ്, തയ്യാറായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ്. അല്ലാതെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ താല്പര്യം ഇല്ലാത്ത സമയം ഉണ്ടാവില്ല. അത് ഇനി ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണെങ്കിലും ശരി, ജമാഅത്തായിട്ടുള്ള നിസ്കാരമാണ്. ഒരാൾക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം റെഡിയാണ്,
മനസ്സിലായില്ലേ? അത് ആ വിഷയം നമ്മൾ പറഞ്ഞില്ല. ഭക്ഷണം റെഡിയാണ്, അയാൾ ഭക്ഷണത്തിന് ആവശ്യക്കാരനുമാണ്, എങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. അതേസമയം പിന്നെ നമ്മൾ പറഞ്ഞ് നമസ്കാരത്തിൻ്റെ സമയം തീരും എന്ന് വന്ന്, നിസ്കാരത്തിൻ്റെ സമയം തീരാൻ പോവുകയാണ്, ഭക്ഷണം റെഡിയാണ്, ഭക്ഷണത്തിന് ആവശ്യക്കാരനാണ് എങ്കിൽ റഹ്മക്കല്ല, പിന്നെ എങ്കിലെന്താ വേണ്ടത്? നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. തയ്യിബ്. ഇവിടെ വലാ വഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ. എന്താ അഖ്ബസാനി എന്ന് പറഞ്ഞാൽ എന്താ? അഖ്ബസുമാണ് അഖ്ബസാനി. ഏറ്റവും 2 ഖുബുസ്, മ്ലേച്ഛതകൾ എന്നാണ്. ദാ ഖുബുസ്, അതാണ് അഖ്ബസ്. ഖുബുസ് ഉള്ളത് എന്നാൽ മ്ലേച്ഛത ഉള്ളതുള്ള ഉദ്ദേശം മൂത്രവും കാഷ്ടമാണ്. മൂത്രവും കാഷ്ടവും. വഹുവ യുദാഫിഉൽ അഖ്ബസാൻ എന്ന് പറഞ്ഞാൽ കാഷ്ടവും മൂത്രവും അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, കാഷ്ടിക്കുവാനും മൂത്രിക്കുവാനും ഒരാൾ പിന്നെന്താണ് ഇനി പറയുക, ഒരാൾക്ക് അതിനുള്ള മുട്ടുണ്ട്, ആവശ്യമുണ്ട്. അങ്ങനെ ഇരിക്കുകയും എന്താണ് ലാ സലാത്ത്, നമസ്കാരം പാടില്ല എന്നാണ്. ലാ സലാത്ത് ബി ഹദ്റത്താമിൻ വലാ വഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ. അവനെ അഖ്ബസാനി, കാഷ്ടവും മൂത്രവും എന്താണ് പിന്നെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, കാഷ്ടിക്കുവാനും മൂത്രിക്കുവാനും അവന് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അതാണ് മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ലാ സലാത്ത് നമസ്കാരമല്ല. അപ്പോൾ ഒരാൾക്ക് ബാത്റൂം പോകാൻ അയാൾ അത്യാവശ്യക്കാരനാണ്, ബാത്റൂമിലേക്ക് പോകണം, ഒന്നുകിൽ മൂത്രിക്കാൻ അല്ലെങ്കിൽ കാഷ്ടിക്കാൻ, എങ്കിൽ എന്ത് ചെയ്യണം? അയാൾ മൂത്രിക്കണം, കാഷ്ടിക്കണം, എന്നിട്ട് ശുദ്ധിയായി വന്നതിന് ശേഷം നിസ്കരിക്കാൻ പാടുള്ളൂ. കാരണം എന്താ? ഇത് ഖുശൂവിനെ ബാധിക്കും, ഖുശൂവിനെ ബാധിക്കും. തയ്യിബ്. നീ ഈ ഹദീസും കൂടി എടുത്തതിന് ശേഷം ഒന്നും കൂടി. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വലാത്ത ബി ഹദ്റത്തി തആമിൻ വലാ വഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ. وعن أبي هريرة رضي الله تعالى عنه وعن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه നിവേദനം أن النبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ പറഞ്ഞു التثاؤب من الشيطان فإذا تثاءب أحدكم فليقضم ما استطاع رواه مسلم والترمذي وزاد في الصلاة. التثاؤب പറഞ്ഞാൽ കോട്ടുവായ്, തസാഉബ് പറഞ്ഞാൽ കോട്ടുവായ്. മിന ഷെയ്ത്താൻ, ആരിൽ നിന്നാ? ഷെയ്ത്താനിൽ നിന്നാണ്. കോട്ടുവാ അത് ഷെയ്ത്താനിൽ നിന്നാണ്. എന്താ കോട്ടുവാ ഷെയ്ത്താനിൽ നിന്നാണെന്ന് പറഞ്ഞ അർത്ഥം? കോട്ടുവായ ഷെയ്ത്താനിൽ നിന്നാണ്. വേറെ ഹദീസിൽ കാണാം അൽ ഉത്താസു മിനല്ലാഹ് വത്തസാഉബ് മിന ഷെയ്ത്താൻ. തുമ്മൽ അത് അള്ളാഹുവിൽ നിന്നാണ്, കോട്ടുവായി അത് പിശാചിൽ നിന്നാണെന്ന് കാണാം. എന്താ കോട്ടുവായി പിശാചിൽ നിന്നാണ് കാരണം? എന്ത് കാരണത്താലാണ് കോട്ടുവായിട്ടുണ്ട്? ചിലപ്പം ആളുകൾ പിന്നെ ഇപ്പം നിസ്കാരത്തിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കോട്ടാ വിട്ടുകൊണ്ടിരിക്കും. അതെന്ത് വേണ്ട? അലസതയാണ്, മടിയാണ്, ഒരു കാര്യക്ഷമതയില്ലായ്മയാണ്. അത് ആരെ കൊണ്ടുവരുന്നത്? അലസതയും കാര്യക്ഷമതയില്ലായ്മയൊക്കെ പിശാചാണ് കൊണ്ടുവരുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ അതാണ് അത്തസാഉബ് മിന ഷെയ്ത്താൻ, ഷെയ്ത്താനിൽ നിന്നാണ് തസാഉ, കോട്ടുവായ്. ഫഇദാ തസാഅബ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ കോട്ടുവായി ഇടുകയായാൽ ഫല്യഖ്ദിം മസ്തത, കഴിയുന്നത്ര അവൻ ഫല്യഖ്ദിം അതിനെ അടച്ച് പിടിക്കട്ടെ. കദമ്മ എന്ന് പറഞ്ഞാൽ 2 ചുണ്ടുകൾ കൂട്ടി പിടിക്കുന്നതാണ്, അങ്ങനെ എന്നിട്ട് പൊത്തണീന പറയാം, കദമ്മ അതാണ്. ഫല്യഖ്ദിം മസ്തത, സാധ്യമായ അത്ര അവൻ അടക്കി പിടിക്കട്ടെ. ഫല്യഖ്ദിം. റവാഹു മുസ്ലിം, മുസ്ലിമാണ് ഇത് റിവായത്ത് ചെയ്തത്. തുർമുദിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസാദ്, ഇമാം തുർമുദി പറഞ്ഞു ഫിസ്സലാ, നമസ്കാരത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? അടക്കി പിടിക്കേണ്ടത്. ഫൈദാ തസാബ അഹദുക്കും ഫല്യഖ്ദിം മസ്തതാ ഫിസ്സലാ, നമസ്കാരത്തിലാണ് കോട്ടുവായെങ്കിൽ അവൻ കഴിയുന്നത്ര അടക്കി പിടിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തിനാ നമസ്കാരത്തിൽ കോട്ടുവായിട്ട് അടക്കാൻ പറഞ്ഞത്? ഇത് ഷെയ്ത്താനിൽ നിന്നാണ് തസാഉബ് എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? അത് അലസതയും അതേപോലെ തന്നെ പിന്നെ കാര്യക്ഷമതയില്ലായ്മയൊക്കെയാണ് ഇത് കൊണ്ടുവരിക. അതുകൊണ്ട് ഇത് ഉണർത്തിയത് എന്തിനാ? നിസ്കാരത്തിൽ ആരും കോട്ടാ വിടാൻ നിൽക്കണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. നിസ്കാരത്തിൽ പിന്നെ കോട്ടാ വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. ആലസ്യവും മറ്റൊക്കെ വരുമ്പോൾ ഈ കോട്ടുവായി മനുഷ്യന്മാരുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില മനുഷ്യന്മാർ കോട്ടാ വിട്ടെന്ന് വരും. പക്ഷേ എന്ത് ചെയ്യണം? അതിനെ കഴിയുന്നത്ര അടക്കി പിടിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ അറിയിക്കണത് എന്താ?
ഈ ഹദീസൊക്കെ അറിയിക്കണം എന്താ? നിസ്കാരത്തിൽ ഖുശൂഇനെ ഭേദിക്കുന്ന, ഖുശൂഇനെ സമ്മതിക്കാത്ത പ്രവണതകൾ എന്ത് ചെയ്യണം? ആളുകൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് പിന്നെ ഒരാളുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഒരാളുടെ നിസ്കരിക്കുന്ന പരിസരവുമായി ബന്ധപ്പെട്ടതാകട്ടെ, നിസ്കാരത്തിൽ ഖുശൂഇനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഒരാൾ ഒഴിവാക്കിയിട്ട് ഖുശൂഓട് കൂടിയിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. ഖുശൂഓട് കൂടിയാണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? ഖുശൂ വളരെ മത്ലൂബാണ്. പിന്നെ ഖുശൂ ഇല്ലാത്ത നിസ്കാരം എന്താ? ഖുശൂ ഇല്ലാത്ത നിസ്കാരത്തിന് പിന്നെ പ്രതിഫലം പറ്റ കുറയും. ഖുശൂ എത്ര നഷ്ടമാണ് അതിനനുസരിച്ച് പ്രതിഫലം പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുശൂഓടി കൂടിയിട്ടാണ് നിസ്കരിക്കണം. കഴിയുന്നിടത്തോളം നമ്മൾ ഖുശൂഓടുകൂടിയാണ് നിസ്കരിക്കേണ്ടത്. ഖുശൂഇനെ കുറക്കുന്ന, അതിനെ പോക്കുന്നതായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ നമസ്കാരത്തിൻ്റെ പിന്നെ ഖുശൂഇൻ്റെ വിഷയത്തിലാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള കുറേ ഹദീസുകൾ ഇവിടെ കൊടുത്തത്. മനസ്സിലായില്ലേ? ഖുശൂഇനെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്നെ അധ്യായം എന്നതിൽ കുറേ ഹദീസുകൾ അദ്ദേഹം കൊടുത്തു. ആ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാണ്, നിസ്കാരത്തിൽ ഖുശൂ അത്യന്താപേക്ഷിതാണ്. എത്ര കണ്ട് ഖുശൂ ഉണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ നമസ്കാരം കൊണ്ട് കാര്യം. ഇബ്നു സലാഹ് എന്നോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ പറയുക, പിന്നെ ഒരു ദിവസം പള്ളിയിൽ നിസ്കാരം നടന്നു, ജമാഅത്തായിട്ട് നിസ്കാരം നടന്നപ്പോൾ ഇമാമിന് സംശയം എത്രയും നിസ്കരിച്ചതെന്ന്. സംശയം ഇമാമിന്. അപ്പോൾ പിന്നെ ആളുകൾക്കൊക്കെ സംശയം. ഇമാമ് ചോദിച്ചു, ഞാൻ 3 നിസ്കരിച്ചത് 4 നിസ്കരിച്ചത്, നിസ്കാരം പൂർത്തിയായതിന് മുമ്പ് ഞാൻ സലാം വീട്ടിയോ? ഇമാമിന് സംശയം. അപ്പോൾ ഇമാം ആളുകളോട് ചോദിക്കണം, പള്ളി നിറച്ച ആളുകളുണ്ട്. അപ്പോൾ ഓലൊക്കെ പറയണം ഞങ്ങൾക്കും അറിയില്ല എത്താണ് നിങ്ങൾ എത്രയും നിസ്കരിച്ചതെന്ന്. അവസാനം എന്നാൽ പിന്നെ ഈ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്, നല്ലൊരു ലുക്കുള്ള കുറച്ചൊക്കെ ഒരു ഈമാനുണ്ടെന്ന് തോന്നുന്ന ഒരാളുണ്ട്, എന്നാൽ മൂപ്പരോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പ്രതികരിക്കണത് പറയാണ്, ഇബ്നു സലാഹ് പറയാണ്, അയാൾ പ്രതികരിക്കണത് എന്താ വെച്ചാൽ, സാധാരണ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകലാണ്, ഞാൻ കച്ചവടക്കാരനാണ്. അങ്ങനെ കച്ചവടത്ത് പോയി സാധനം ഇറക്കി പിന്നെ കടകൾ കയറി ഇറങ്ങി ഇവിടെ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് പിന്നെ സലാം വീട്ടൽ. ഇന്ന് പകുതി വഴിയിൽ സലാം വീട്ടിയിരിക്കണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ തിരിച്ചു വന്നപ്പോൾ പകുതി എത്തിയപ്പോൾ സലാം വീട്ടിയിരിക്കണം, അതിൻ്റെ അർത്ഥം ഒരു റക്അത്ത് ഇമാം നിസ്കരിച്ചിട്ടില്ല എന്ന്. അതാണ് കാര്യം. കുറച്ചൊക്കെ നാട്ടിൽ പ്രധാനിയായ ഒരു മുഖ്യനായ ഒരു മസാലയൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരാളുടെ ഹാൽ എന്നാണ് അതിൽ പറയുന്നത്. മനസ്സിലായില്ലേ? അത് പിന്നെ ഇബ്നു സലാഹ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ച നാളെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ. അലാ കുല്ലിൻ നമ്മൾക്ക് നിസ്കാരത്തിൽ എത്ര ഖുശൂഉണ്ടോ അത്ര ഖുശൂഇനനുസരിച്ചാണ് നമുക്കുള്ള പ്രതിഫലം, കൂലി. ചില വിഷയങ്ങൾ ഇപ്പം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരാളിപ്പോൾ കാഷ്ടിക്കാൻ മുട്ടി അല്ലെങ്കിൽ മൂത്രിക്കാൻ മുട്ടി ആ സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സഹീഹാകുമോ ഇല്ലേ, അയാൾ നിസ്കാരം പിന്നെ മടക്കി നിസ്കരിക്കണം, ഇതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ സംസാരമുണ്ട്. നിസ്കാരം സഹിയാണ്, അതിൽ ഇഷ്കമില്ല. പക്ഷേ നിസ്കാരത്തിൽ എന്തുണ്ടാവില്ല, അതിൻ്റെ പ്രതിഫലം വേണ്ടത്ര അളവിൽ പൂർണ്ണതയിൽ ഉണ്ടാവില്ല. എത്ര കണ്ട് ഖുശൂ കുറഞ്ഞോ അതിനനുസരിച്ച് അയാൾക്കുള്ള കൂലി ഉണ്ടാവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ബുലൂഗുൽ മറാമിൽ പിന്നെ ബാബുൽ മസാജിദ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ. ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.